ഹലോ, നമ്മുടെ റെസിഡൻഷ്യൽ പ്രൊജക്റ്റായ നസ്രത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിലെ കിണർ പണിയുടെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. ഏതൊരു പ്രൊജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പും നമുക്ക് സൈറ്റിൽ അത്യാവശ്യമായിട്ട് വേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വെള്ളവും പിന്നീട് ഇലക്ട്രിസിറ്റിയും. നമ്മളുടെ ഈ പ്രൊജക്റ്റ് നടക്കുന്ന ആരക്കുന്നം ഏരിയയിൽ മിക്ക ആളുകളും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ കിണർ വെള്ളം തന്നെയാണ്. അപ്പം നമ്മളിപ്പോൾ കിണറിൻ്റെ പണി തുടങ്ങിയിട്ട് ഏകദേശം 3 ആഴ്ചയോളമായി. ഏകദേശം ഒരു 24 അടിയോളം നമ്മൾ കുഴിച്ചു വന്നപ്പോഴത്തേക്കും നമുക്ക് വെള്ളം കിട്ടിയിരുന്നു. പക്ഷെ അതിൻ്റെ താഴെ പാറയാണ്. അപ്പം നമ്മുടെ കിണറിൻ്റെ ആൾക്കാരുടെ സജഷൻ അനുസരിച്ചിട്ട് നമ്മൾ പിന്നീട് ഒരു 6 അടിയോളം നമ്മൾ പാറ പൊട്ടിച്ചിട്ടാണ് കിണറിന് വേണ്ട ബാക്കി സ്റ്റോറേജ് റെഡിയാക്കിയിരിക്കുന്നത്. ആ പാറ പൊട്ടിച്ച ശേഷം ഇന്ന് ആദ്യമായിട്ടാണ് നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കാൻ പോകുന്നത്. അതിനൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഡിസംബർ മാസമാണ് അത്യാവശ്യം ഈ പകൽ സമയങ്ങളിൽ നല്ല ചൂടുള്ള ടൈമാണ്. എന്നിട്ട് നമ്മുടെ കിണറിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട്. അപ്പം അതിൻ്റെ ഒരു സന്തോഷവുമുണ്ട്. നമ്മൾ വിചാരിച്ചാൽ കൂടുതൽ വെള്ളം നമ്മുടെ കിണറ്റിൽ സ്റ്റോർ ആയിട്ടുണ്ട്. ഈ കിണർ പണിയുടെ ഇടയിൽ ഇങ്ങനൊരു പാറ വന്നുകൊണ്ട് നമ്മളുടെ ബഡ്ജറ്റ് പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചാലും കുറച്ച് കൂടിയിട്ടുണ്ട്. പക്ഷെ കിണറിൻ്റെ ആൾക്കാർ നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പാറയുണ്ടെങ്കിൽ നമുക്ക് ഉറവ പറ്റില്ല എന്നും ഉള്ളിലെ വെള്ളത്തിൻ്റെ പ്യൂരിറ്റി ഭയങ്കര കൂടുതലായിരിക്കും, പിന്നീട് വെള്ളത്തിന് ഭയങ്കര തണുപ്പായിരിക്കും എന്നൊക്കെയുള്ള അവരുടെ സജഷൻസ് വെച്ചിട്ടാണ് നമ്മൾ പാറയും കൂടെ പൊട്ടിച്ച് വെള്ളത്തിൻ്റെ സ്റ്റോറേജ് കൂട്ടാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇനി നമുക്കുള്ളത് ഈ കിണറിൽ റിങ്ങിടുന്ന പണി ബാക്കിയുണ്ട്. അപ്പം അതിനു മുമ്പ് നമ്മൾ എന്തോരം വെള്ളമുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നിങ്ങോട്ട് വന്നത്. അപ്പം ഈ കിണറിൻ്റെ എക്സാക്ട് ഡെപ്തും ഇതിന് മൊത്തമാകുന്ന എക്സ്പെൻസ് എന്താണെന്നുള്ളതും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. മാത്രമല്ല നമുക്ക് ഈ കിണറിൻ്റെ വർക്ക് ചെയ്ത ആളുകളുടെ ഡീറ്റെയിൽസും ഞാൻ അതിൽ മെൻഷൻ ചെയ്തേക്കാം. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വെള്ളത്തിന് ഭയങ്കര തണുപ്പായിരുന്നു. പക്ഷേ നമ്മൾ ഈ കെമിക്കലൊക്കെ ഇട്ടിട്ടാണല്ലോ ഈ പാറ പൊട്ടിക്കുന്നത്. അതുകൊണ്ട് ആ വെള്ളം നമ്മൾ മുഖം കഴുകുകയോ അല്ലെങ്കിൽ കുടിച്ചു നോക്കിയൊന്നും ചെയ്തില്ല. നമ്മൾ കുറച്ച് വെള്ളം കളക്ട് ചെയ്തിട്ടുണ്ട്. ഒരു കുപ്പിയിൽ അന്ന് നമുക്ക് ലാബിൽ ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് മാത്രമേ നമ്മളത് ബാക്കിയുള്ള പർപ്പസിന് യൂസ് ചെയ്യുന്നുള്ളൂ. ഈ കാണുന്നതൊക്കെ നമ്മൾ അതിനുവേണ്ടി കിണർ കുഴിക്കാൻ വേണ്ടിയിട്ടുള്ള പാറ പൊട്ടിച്ചതാണ് ഈ കാണുന്നതൊക്കെ. അപ്പം ഇനി ടെസ്റ്റ് ചെയ്തിട്ടുള്ള ലാബിൻ്റെ റിപ്പോർട്ടും ബാക്കി കിണറിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.